നേർമൊഴി. നേർമൊഴിയിൽ ഇന്ന് മുൻ DGP എസ് ആനന്ദകൃഷ്ണനുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം റൂബി ബാബു. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. കേരള പോലീസിന്റെ ചരിത്രത്താളുകൾ മറിക്കുമ്പോൾ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ഭരണാധികാരി, 1989 ബാച്ച് കേരള കേഡർ IPS ഉദ്യോഗസ്ഥനായ, വിവിധ വകുപ്പുകളിൽ സുപ്രധാന പദവികൾ വഹിച്ച, കേരള പോലീസിന്റെ തന്നെ കരുത്ത് വർദ്ധിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ശ്രീ എസ് ആനന്ദകൃഷ്ണൻ. ആകാശവാണിയുടെ നേർമൊഴി പരിപാടിയിലേക്ക് താങ്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. സർ, പലപ്പോഴായിട്ട് പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട് സർ ഒരു ആക്സിഡൻ്റൽ IPSകാരനാണെന്ന്. ആ ഒരു ആക്സിഡൻ്റൽ IPSനെ കുറിച്ചും ആ വഴിയിലേക്ക് വന്നതിനെക്കുറിച്ചും വിവരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. IPS എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധ പതിയുന്ന തരത്തിലുള്ള ഒരു ജോലിയാണല്ലോ. അപ്പോൾ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാനൊരു അന്തർമുഖനാണ്, ഒരു വളരെ ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഇത്രയും ആളുകളുടെ മുമ്പ് നിന്ന് എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുന്നതൊന്നും എനിക്ക് അതിന് മുമ്പ് ആലോചിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ പരീക്ഷ എഴുതി മാർക്കൊക്കെ വന്നപ്പോഴത്തേക്കും നല്ല റാങ്കുണ്ട്. അതായത് ഏകദേശം 122 കണ്ടായിരുന്നു ആ വർഷത്തെ റാങ്ക്. അപ്പോൾ നോക്കുമ്പോൾ അറിയാം ഏകദേശം ഏത് സർവീസ് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അപ്പോൾ IAS കിട്ടാൻ സാധ്യതയില്ല. ഒരു 70, 75, 80 വരെയൊക്കെ IASൽ വരുള്ളൂ. പിന്നെ ഫോറിൻ സർവീസ്, അത് കഴിഞ്ഞാൽ IPS കിട്ടാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ ശരിക്കും വിചാരിച്ചത്, അതായത് നമുക്ക് ആ റിസൾട്ട് വന്നതിന് ശേഷം അന്നത്തെ ഇതനുസരിച്ച് നമുക്ക് ഒരാഴ്ചയോ 10 ദിവസമോ സമയമുണ്ട്. നമ്മൾ നേരത്തെ ഒരു ഏത് സർവീസ് വേണമെന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടത്തി കൊടുക്കുമെങ്കിലും അതിന് ശേഷം കൊടുക്കാനുള്ള ഒരു സമയമുണ്ട്, വേണമെങ്കിൽ മാറ്റാനുള്ളൊരു അവസരമുണ്ട്. IAS ആണ് എല്ലാവരും ആദ്യം കൊടുക്കുന്നത്, ഞാനും കൊടുത്തു. അത് കിട്ടൂല. രണ്ടാമത്തേത് റവന്യൂ സർവീസ്, പിന്നെ വേറെ ഏതോ ഇൻകം ടാക്സ്, അങ്ങനെ ചിലതൊക്കെയാണ് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ പരീക്ഷ പാസ്സായി ഇത് ഇങ്ങനെ റാങ്ക് ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനന്ന് ബോംബെയിൽ ജോലി ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ ഇവിടെ എൻ്റെ അമ്മാവൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന് ഈ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അന്ന് ജോലി ചെയ്യുന്ന വളരെ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനെ വ്യക്തിപരമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ആ ഉപദേശം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് പോലീസ് എടുക്കാതിരിക്കുന്നത് ചിലപ്പോൾ ഒരു മണ്ടത്തരമായിരിക്കും, കാരണം പോലീസ് കിട്ടാൻ സാധ്യതയുണ്ട്. പോരെങ്കിൽ ഈ ഓൾ ഇന്ത്യ സർവീസ് എന്ന് പറയുന്ന ഈ 3 എണ്ണമാണല്ലോ, IAS, IPS, IFS. ബാക്കിയുള്ളതിന് പിന്നെ 3 വർഷത്തിലൊരിക്കൽ ട്രാൻസ്ഫർ ഉണ്ട്, പിന്നെ പുറത്താരും അറിയില്ല. അപ്പോൾ അങ്ങനെ ഇതെടുക്കുന്നതാണ് നല്ലതെന്ന് അമ്മാവൻ എന്നെ വിളിച്ച് പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സോടെയാണ് ഞാനത് കൊടുത്തത്. പിന്നെ അതിൽ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്നാമത്തെ കാര്യം, അത് കൊടുത്തെങ്കിലും കേരളത്തിൽ കിട്ടണമെന്ന് ഒരു സാധ്യതയില്ല, കിട്ടില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം നമ്മളിത് കൊടുത്തു കഴിഞ്ഞ് അക്കാഡമിയിൽ ട്രെയിനിങ്ങിന് പോയി ഒരു 2-3 മാസം കഴിയുമ്പോഴാണ് ഈ കാഡർ അലോട്ട്മെൻറ്റ് വരുന്നത്. അപ്പോൾ അക്കാഡമിയിൽ പോയപ്പോൾ മനസ്സിലായി എന്നെക്കാളും കൂടുതൽ റാങ്കുള്ള ഒരാൾ കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ട്. അപ്പം കേരളം കിട്ടാൻ എത്ര വേക്കൻസി ഉണ്ടെന്നൊക്കെ ഉള്ള അതൊന്നും നമുക്കന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു. എന്നാലും പിന്നെ ശരി, IPS എങ്കിൽ IPS. പിന്നെ അവിടെയാണ് ഒരു ഭാഗ്യം സംഭവിച്ചത്. എങ്ങനെയോ ഒരു വേക്കൻസി കൂടെ വന്നു, എനിക്ക് കേരളത്തിൽ തന്നെ കിട്ടി. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ എന്താണ് സഭാകമ്പം എന്ന് പറയാവുന്നതോ അല്ലെങ്കിൽ അന്തർമുഖത്വം എന്ന് പറയുന്നത്, നമ്മൾ ഈ യൂണിഫോമിനകത്ത് കയറി കഴിയുമ്പോൾ അതങ്ങ് മാറും. അത് ഞങ്ങളുടെ അക്കാഡമിയിൽ ഞങ്ങളെ പഠിപ്പിച്ച കൂട്ടത്തിൽ പശ്ചിമ ബംഗാൾ കാഡറിൽ ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ജോഹറി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം ഞങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഈ യൂണിഫോം എന്ന് പറയുന്നത് ഒരു കവചം പോലെയാണ്. അതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിൽ നിന്നുള്ള വ്യക്തിയില്ല, നിയമം നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പോരായ്മകളൊന്നും നമുക്ക് മനസ്സിൽ വരില്ല. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം, അത് മാത്രമേ നമുക്ക് മനസ്സിൽ വരൂ. അങ്ങനെ സാറ് ജോലി എടുക്കുന്ന ഈ വേളയിൽ ഇപ്പം IPS എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുന്ന ഒരു കേഡർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കേഡറാണ്. പല സെൻസേഷണൽ കേസുകളുടെയും ഭാഗമായിട്ടുണ്ട് സാറ്. അപ്പോൾ ആ വെല്ലുവിളികളെയൊക്കെ എങ്ങനെയാണ് തരണം ചെയ്തിട്ടുള്ളത്? അപ്പോൾ ഈ സെൻസേഷണൽ കേസ് പോലീസിലെ വെല്ലുവിളികൾ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അതിൻ്റെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടേതല്ലാത്ത പ്രശ്നങ്ങളിലാണ് നമ്മൾ ഇടപെടേണ്ടി വരുന്നത്. ബാക്കിയുള്ളവരുടെ പ്രശ്നം, ബാക്കിയുള്ളവരുണ്ടാക്കുന്ന പ്രശ്നം, ആ തരത്തിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ അതേസമയം വളരെ തീവ്രമായ പ്രശ്നങ്ങൾ, നമ്മളത് യഥാസമയത്ത് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ കാര്യമായ പരിണതഫലങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ. നമ്മളൊരു സ്ഥലത്ത് നമ്മൾ പോസ്റ്റിംഗ് ആയിരിക്കുമ്പോൾ അവിടുത്തെ ഒരു പ്രശ്നം നമ്മുടെ നിലയിൽ അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. നമ്മുടെ കയ്യിൽ നിന്ന് പോയി മുകളിലോട്ട് പോയി കൂടുതൽ സഹായം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളുണ്ടായി എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഭയം എപ്പോഴും മനസ്സിൽ കാണും. കാരണം ഈ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളാകുമ്പോൾ അത് രാഷ്ട്രീയമായാലും ശരി, സാമുദായികമായാലും ശരി, എന്തൊക്കെ ആയാലും ശരി, എവിടെ ചെന്ന് നിൽക്കുമെന്ന് നമുക്ക് ആദ്യമേ പറയാനൊക്കില്ല. നമുക്കെപ്പോഴും മനസ്സിലൊരു തീയാണ് ഈ ഒരു വലിയ തോതിലൊരു സംഗതി വരുമ്പോഴത്തേക്കും. അപ്പോൾ അതിനെ നമ്മൾക്ക് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണം. അതിൽ അടിസ്ഥാനപരമായിട്ട് വേണ്ടത്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒറ്റയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ കൂടെ നിൽക്കുന്നവർ നമ്മുടെ ആജ്ഞയ്ക്കനുസരിച്ച് നിൽക്കണം, അവർക്ക് നമ്മളെ വിശ്വാസം വേണം, നമുക്ക് അവരെ വിശ്വാസം വേണം. അപ്പോൾ അങ്ങനെ ഒരു ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ പലപ്പോഴും പല രീതികൾ അവലംബിക്കേണ്ടി വരും. ഉദാഹരണത്തിന് ഇപ്പം പോലീസ് നിയമപരമായിട്ട് ഫോഴ്സ്
ഉപയോഗിക്കാൻ അനുവാദമുള്ള ഒരു സേനയാണ്. നമുക്ക് നേരത്തെ ഉള്ള ഒരു വാർണിംഗ് കൊടുത്തിട്ട് ഇപ്പോൾ പിരിച്ചുവിടേണ്ട ജനക്കൂട്ടത്തിനെ പിരിച്ചുവിടാം, അതിന് ടിയർ ഗ്യാസ് ചെയ്യാം, ലാത്തി ചാർജ് ചെയ്യാം, ആവശ്യമുണ്ടെങ്കിൽ വെടിവെക്കാം. അപ്പം ഒരു കാര്യങ്ങൾ തടയാൻ, ഒരു കാര്യം അതിൻ്റെ ഇടയിൽ കയറി നമുക്കതിനെ വേണ്ട എന്ന് പറയാൻ, അല്ലെങ്കിൽ ഇത് പറഞ്ഞതുപോലെ ഫോഴ്സ് ഉപയോഗിക്കാനൊക്കെ നിയമപരമായ ഇതുണ്ട്. പക്ഷെ പലപ്പോഴും ഫോഴ്സ് ഉപയോഗിക്കാതെ ഇതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഒരു കഴിവ്. ഈ പറഞ്ഞ പോലെ വളരെ സ്ഫോടനാത്മകമായ പല സന്ദർഭങ്ങളിലും നമ്മുടെ സേനയെ കൂടെ നിർത്തി ഒരു നിമിഷം ചിന്തിച്ച് ആലോചിച്ച് പ്രവർത്തിക്കാമെങ്കിൽ പലപ്പോഴും നമുക്ക് ഈ ഫോഴ്സിൻ്റെ ഉപയോഗം ഒഴിവാക്കാം. പ്രധാനമായിട്ടും ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അഭിമുഖീകരിക്കുന്ന 2 പ്രശ്നങ്ങളാണ്. ഒന്ന് ക്രമസമാധാന പ്രശ്നം, രണ്ടാമത്തേത് ഈ കേസുകൾ അന്വേഷണവും ബാക്കിയുള്ള കാര്യമൊക്കെ. അപ്പോൾ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് അതിൻ്റേതായ ഒരു രീതിയുണ്ട്. അതിൽ ഈ പറയുന്നത് പോലെ പലപ്പോഴും പരമാവധി ഫോഴ്സ് ഉപയോഗിക്കാതെ നോക്കുക, നിവൃത്തിയില്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഫോഴ്സ് ഉപയോഗിക്കുക. അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമുക്ക് ഭീഷണി വരുന്ന, അല്ലെങ്കിൽ നമുക്ക് അപകടം പറ്റാൻ സാധ്യതയുള്ള, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് അപകടം പറ്റാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് നേരിടാം. അതുപോലെയാണ് ഈ കേസ് അന്വേഷണത്തിൽ ഇപ്പോൾ പ്രമാദമായ കേസ്, ഇപ്പോൾ ഒരു കൊലപാതകം ഇപ്പോൾ ഒരു സാധാരണ ഒരാളിൻ്റെ ഒരു കൊലപാതകവും പിന്നെ ഒരു രാഷ്ട്രീയ കൊലപാതകം, അല്ലെങ്കിൽ ഒരു നേതാവിൻ്റെ കൊലപാതകം, അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ സാമുദായികമായിട്ടോ എന്തെങ്കിലുമൊക്കെ മാനങ്ങളുള്ള ഒരു കൊലപാതകം എന്ന് പറയുന്നത് 2 കൊലപാതകമാണ്. അപ്പോൾ നമ്മളൊരു അതിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയാൽ നമുക്കതിൽ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളതിനെ എന്താണ് കുറ്റകൃത്യം എന്താണെന്നുള്ളതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക. അതിന് വേറെ മാനങ്ങളുണ്ടെങ്കിൽ ആ തരത്തിലുണ്ടായി വരാവുന്ന സംഭവങ്ങളെ നേരിടാനായിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. പിന്നെ പ്രമാദമായ കേസ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അതിൽ വ്യംഗ്യമായിട്ടുള്ളത് ഈ അതിൽ വരുന്ന സമ്മർദ്ദങ്ങളും ബാക്കിയുള്ളതുമായിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മുടെ ഉദ്ദേശം കൃത്യമാണെങ്കിൽ മിക്കവാറും പ്രമാദമായിട്ടുള്ള പല കേസുകളിലും നമ്മളെ ശല്യപ്പെടുത്തുകയില്ല എന്നുള്ളതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ പ്രമാദമായ കേസുകളിൽ പോലും എനിക്ക് സാധാരണഗതിയിൽ ഞാൻ കണ്ടിട്ടുള്ള ഭൂരിപക്ഷം കേസുകളിലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് ചെയ്യാനുള്ളത്, നിയമപരമായിട്ട് ചെയ്യാനുള്ളത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നമുക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് പറയാനും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് എനിക്ക് കുറേയൊക്കെ ലഭിച്ചിട്ടുമുണ്ട്. പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റംസ്, എക്സൈസ്. ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയിട്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റി എന്ന് തോന്നിയിട്ടുള്ളത് എവിടെയാണ്? അത് പോലീസ് ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ ഏകദേശം 10-50,000 ആൾക്കാരുണ്ട്, 400-500 പോലീസ് സ്റ്റേഷനുണ്ട്. അപ്പോൾ പോലീസിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് സേനയിൽ ഒട്ടാകെ ഒരു വ്യത്യാസം വരുത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യതിയാനം വരുത്തണമെന്നുണ്ടെങ്കിൽ അതിന് അത്രയും എഫർട്ട് കൂടുതൽ വേണ്ടി വരും, കൂടുതൽ സമയമെടുക്കും. നേരെ മറിച്ച് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്നു. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അന്ന് പോലീസിനെ സംബന്ധിച്ച് എല്ലാം കൂടെ ഒരു 3000-4000 പേരെ മൊത്തത്തിലുള്ളൂ. അവരാണ് കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾസിൻ്റെ, അതായത് ട്രാഫിക്കിൻ്റെയും റോഡ് സേഫ്റ്റിയുടെയും ഒക്കെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് നിയന്ത്രണമുണ്ട്, നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും പോലീസിനെ സംബന്ധിച്ച് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ഈ 2 വകുപ്പുകളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തു പോയി പണിയെടുക്കുമ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിന് അതിൻ്റേതായ ഒരു സ്വഭാവം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്ന് മിക്കവാറും ഉദ്യോഗസ്ഥർക്ക് പുറത്തു പോകുമ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ആശങ്കകളുണ്ട്. കാരണം നമ്മുടെ മദർ ഡിപ്പാർട്ട്മെൻറ്റിൽ കിട്ടുന്ന സംരക്ഷണമോ പരിഗണനയോ ഒന്നും ചിലപ്പോൾ പുറത്തു പോകുമ്പോൾ കിട്ടില്ല. നമ്മളൊരു പരിചയമില്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ ചെയ്ത് വിജയിക്കേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് 3ഉം, അതായത് അകത്തായാലും പുറത്തായാലും ഒരു നല്ല രസമുള്ള ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ പുറത്തുണ്ടായിരുന്ന 2 ഡിപ്പാർട്ട്മെൻറ്റിലും അല്ലാതെ ഉള്ളത് ഇതിൽ എനിക്ക് ശരിക്കും നല്ലവണ്ണം ആസ്വദിച്ച് ചെയ്യാൻ പറ്റി, ശരിക്കും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് നമുക്കറിയാമല്ലോ, എന്ത് കാര്യത്തിനും നമ്മളൊരു മധ്യസ്ഥനെ സമീപിച്ചാലേ അതുവഴി പോകാനൊക്കെ. അപ്പോൾ ഞങ്ങളുടെ കാലത്ത് ആ കാലത്ത് തുടർന്ന് വന്നിരുന്ന ഡിജിറ്റൈസേഷൻ വന്നപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്ത് നമുക്കിപ്പോൾ ഒരാൾക്ക് നേരിട്ട് RTO ഓഫീസിൽ പോയി ഇന്ന കൗണ്ടറിൽ പോയി കാര്യങ്ങൾ നേരിട്ട് നടത്തിയെടുക്കാമെന്നുള്ളൊരവസ്ഥ വന്നു. അത് ശരിക്ക് പ്രായോഗികമായിട്ട്, കാരണം പൊതുജനങ്ങളിൽ നിന്ന് നമുക്ക് കത്തുകൾ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കിട്ടിയതെന്ന് മനസ്സിലായി ഇത് ഫലപ്രദമായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതൊരു വലിയ വ്യത്യാസമാണ് കാരണം അന്നത്തെ ഇതിൽ. അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് റോഡ് സേഫ്റ്റിയെക്കുറിച്ചൊക്കെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് എക്സൈസിലും നമ്മൾ എക്സൈസിനെയൊക്കെ വളരെ അഴിമതി നിറഞ്ഞ ഒരു വകുപ്പായിട്ടാണ് പുറത്ത് ലോകം കാണുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിനകത്ത് നല്ല ഉദ്യോഗസ്ഥരുണ്ട്. ഒരു അധികാരം കൈ കിട്ടുന്നതുകൊണ്ട് ചിലപ്പോൾ അത് മനുഷ്യനെ മാറ്റാം. പക്ഷേ ഈ അഴിമതിയുടെയൊക്കെ തോത് പുറത്തുള്ളത് തന്നെയാണ് അകത്തുള്ളത്. അപ്പം 1% നല്ലവണ്ണം പണിയെടുക്കുന്ന ഒരു ശതമാനം ആൾക്കാർ എല്ലാ വകുപ്പിലുമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട്. അപ്പോൾ എക്സൈസിലും എനിക്ക് അതാണ് മനസ്സിലായത്, അവർക്ക് ഒരു നേതൃത്വം കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് നിയമപരമായിട്ടുള്ളൊരു സംരക്ഷണം കൊടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അവരെല്ലാം കൂടെ നിൽക്കുമെന്നും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ എക്സൈസിൽ 4 വർഷത്തുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പോലീസ് കിട്ടിയ അതേ ഒരു സാറ്റിസ്ഫാക്ഷൻ, ജോബ് സാറ്റിസ്ഫാക്ഷൻ ആയാലും ശരി, സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയാലും ശരി,
എനിക്ക് ഈ പുറത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ജോലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായത് നേരത്തെ ആ കേസ് അന്വേഷണത്തിൻ്റെയൊക്കെ കാര്യം പറയുന്ന പോലെ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമാണെങ്കിൽ, വ്യക്തമാണെങ്കിൽ ഒരു 99% പേരും നമ്മുടെ കൂടെ നിൽക്കും. കാരണം ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലൊക്കെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല മനസ്ഥിതി ഉള്ളവർ നമ്മുടെ കൂടെ ജോലിയെടുക്കും. ഇപ്പോൾ പോലീസിൽ തന്നെ ഇപ്പോൾ നമ്മളൊരു ജില്ലയിൽ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ ഒരു പുതിയ ജില്ലാ പോലീസ് സൂപ്രണ്ട് മാറി വന്നാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ, താഴോട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പലരും പല മനസ്ഥിതിയായിരിക്കും. പക്ഷേ ആ മാറി വരുന്ന ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ മനസ്ഥിതി വളരെ പ്രധാനമാണ്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ എന്തൊക്കെ അനുവദിക്കും, എന്തൊക്കെ അനുവദിക്കില്ല, ആ ഉദ്യോഗസ്ഥൻ എന്താണ് വേണ്ടത്, എന്താണ് അദ്ദേഹം നോക്കാൻ പോകുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ട് ഒരു 90-95% അതിനനുസരിച്ച് തന്നെ പോകും. പിന്നെ അല്ലാത്ത ഈ വ്യതിയാനങ്ങൾ എന്തായാലും കാണും. അതിപ്പോൾ സൂപ്രണ്ട് പോലീസിൻ്റെ ലെവലിലല്ല, ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒരു സബ് ഇൻസ്പെക്ടർ ചാർജ് എടുക്കുമ്പോൾ അയാൾക്കും ഇതുപോലെ ഒരു നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് നല്ല ജോലി ചെയ്യാൻ സാധിക്കും. ഞാൻ ഒരുപാടെടുത്ത് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പുറത്തുള്ള ജോലിയായാലും അകത്തുള്ള ജോലിയായാലും എനിക്ക് ഒരുപോലെ നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എക്സൈസിലോ മോട്ടോർ വെഹിക്കിൾസിലോ ഒക്കെ പോകുമ്പോൾ ഈ പോലീസിൻ്റെ അധികാരമില്ലാതെ നമ്മൾ കാര്യങ്ങൾ നടത്തിയെടുക്കണം. പോലീസിലാണെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഒരു പൗരൻ അനുസരിക്കണം. മറ്റവർക്ക് ചില കാര്യങ്ങളിലേ പറയാനൊക്കെ. ഇപ്പോൾ എക്സൈസ് ശരിക്കും പറഞ്ഞാൽ വ്യാജ ചാരായം പിടിക്കാൻ പോകുന്നുണ്ട്, മയക്കുമരുന്ന് പിടിക്കാൻ പോകുന്നുണ്ട്. അവിടെയൊന്നും അവർക്ക് പോലീസിനുള്ള അധികാരങ്ങളില്ല. അവർ ശരിക്കും ഒരു സുരക്ഷാ പണയം വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ അതേസമയം അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ ഒരു എന്താണ് ഒരു ചലഞ്ചും കൂടുതലാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ പുറത്തുള്ള ജോലിയെല്ലാം ഞാൻ എൻജോയ് ചെയ്തു എന്ന് തന്നെ പറയാം. സർ, അന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുടുംബത്തിലുള്ളവർ പോലും ഒരു പക്ഷേ ലഹരിക്ക് അടിമപ്പെട്ടേക്കാം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നാം മുന്നിൽ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഇന്ന് അത് വളരെ അർത്ഥവത്തായിട്ട്, വളരെ റിലേറ്റബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ആ ഒരു സർവീസ് പീരീഡും ഇന്നത്തെ ആ ഒരു ചലഞ്ചും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ സാറിന് എന്ത് തോന്നുന്നു? ലഹരി ഇപ്പോൾ പോലീസും കൈകാര്യം ചെയ്യുന്നുണ്ട്, എക്സൈസും കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാൻ അവസാനം 4 വർഷം എക്സൈസിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2-3 വർഷമായിട്ടുള്ളൂ. അപ്പം ലഹരി എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ സമൂഹത്തിൻ്റെ ചിന്താഗതിയുടെ ഒരു പ്രതിഫലനമാണത്. കുട്ടികൾക്ക് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു വ്യക്തമായ ഒരു ജീവിത പാത ഇന്നത്തെ കുട്ടികൾക്കില്ല. അതായത് പണ്ടാണെങ്കിൽ നമുക്കറിയാം, പഠിച്ച് നമ്മുടെ കഴിവിനനുസരിച്ച് മാർക്ക് വാങ്ങിക്കണം, മാർക്ക് വാങ്ങിച്ചാൽ അതിനനുസരിച്ചുള്ളൊരു ജോലി കിട്ടണം, ജോലി കിട്ടിക്കഴിഞ്ഞാലൊരു കുടുംബം തുടങ്ങണം. അത് ഏകദേശം ആ പാത മിക്കവാറും പേർക്കും വ്യക്തമാണ്. പക്ഷെ ഇപ്പോൾ ഈ പുതിയ തലമുറകൾ, ഈ ഇപ്പോൾ ജൻസിയും അതിനുശേഷമുള്ള തലമുറകളും വന്നു, ഡിജിറ്റൽ വിപ്ലവം വന്നു, മൊബൈൽ ഫോണും ബാക്കിയുള്ള ഇൻഫർമേഷൻ വന്നു, എന്ത് കാര്യങ്ങളും നമ്മുടെ വിരൽത്തുമ്പിൽ കിട്ടുമെന്നൊക്കെ വന്നപ്പോഴത്തേക്കും ആ സംഗതി അങ്ങ് മാറി. അപ്പോൾ ഈ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ പഴയതുപോലെ ഒരു കൃത്യമായ ചിത്രം ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ പണ്ട് അണുകുടുംബം, കൂട്ടുകുടുംബം, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു സാമൂഹികമായ ഒരു നിയന്ത്രണമുണ്ട്. അതിപ്പോഴില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, പണ്ട് കുട്ടികൾ അവരുടെ ഉണർന്നിരിക്കുന്ന സമയത്തിൻ്റെ ഒരു ഭൂരിഭാഗം ചിലവഴിച്ചിരുന്നത് സ്കൂളുകളിലാണ്. അപ്പോൾ അവിടെ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറയുക, സ്കൂളിലെ സാറും മാതാപിതാക്കളും തമ്മിൽ എന്തെങ്കിലും തരത്തിലെങ്കിലും ഒരു ബന്ധം ഉണ്ടാവുക. അപ്പോൾ അവന് എന്തെങ്കിലും വ്യതിയാനം വന്നാൽ പിടിക്കപ്പെടുമെന്നൊരു തോന്നൽ കുട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതും പോയി. അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എല്ലാത്തിനും ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൂടെ വരുമ്പോൾ ഇപ്പോൾ ഒരു അധ്യാപകന് ഇപ്പോൾ ഒരു മയക്കുമരുന്നിൻ്റെ ഉപയോഗം ഉണ്ടെന്ന് പറഞ്ഞാൽ അയാൾക്കത് പിടിച്ചു നിർത്തി പരിശോധിക്കാൻ അയാൾക്ക് സാധിക്കില്ല. പിടിച്ചു നിർത്തി പരിശോധിച്ചാൽ അയാളുടെ പേരിൽ കുറ്റം വരും എന്നുള്ള ഒരു നിയമവ്യവസ്ഥ ഇപ്പം നിലവിലുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എല്ലാം വിരൽത്തുമ്പിൽ കിട്ടുമെന്നുള്ളപ്പോൾ എന്ത് ചെയ്യണം എന്നറിഞ്ഞുകൂടാത്തൊരവസ്ഥയുണ്ട്. അപ്പം ഒരു സ്വതന്ത്രമായ ഒരു ലോകത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ അതിനകത്ത് നമ്മുടെ മുമ്പ് വരുന്നത്, കാരണം ഈ മയക്കുമരുന്നെന്ന് പറഞ്ഞ ഒരു കച്ചവടമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ, അതായത് ആവശ്യമുണ്ടെങ്കിൽ സപ്ലൈ വരും. അതൊരു സാമ്പത്തിക നിയമമാണല്ലോ. അപ്പോൾ ഈ പുതിയ ജനറേഷൻ്റെ കുട്ടികൾക്ക് ഡിമാൻഡ് വളർത്താനായിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ വഴിയും ബാക്കിയുള്ളത് വഴിയും സിനിമകൾ വഴി, ഇപ്പോൾ സിനിമകളും സോഷ്യൽ മീഡിയ ഒന്നും ഇത് പ്രൊമോട്ട് ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വ്യത്യസ്തമായ ജീവിതശൈലികൾ കാണുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ഇത് ചെയ്തുകൂടാ? അതൊന്നും മറച്ചു വയ്ക്കാൻ പറ്റുന്നതല്ല. ഇപ്പം നമുക്ക് ഇന്ന് കുട്ടികൾ സിനിമ കാണണ്ട, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാണണ്ടെന്നൊന്നും നമുക്ക് പറയാൻ ഒക്കില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിലും സിനിമയിലും ഒക്കെ കാണിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. പക്ഷേ ആ യാഥാർത്ഥ്യങ്ങളിലുള്ള തെറ്റായ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഗുണകരമല്ലാത്ത ഭാഗങ്ങളും ഒക്കെ കുട്ടികൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് നമുക്കത് ചെയ്തുകൂടാ എന്നൊരു ചോദ്യം വരും. ചെയ്തുകൂടാന്ന് ചോദിക്കുമ്പം പണ്ടാണെങ്കിൽ അച്ഛനെ അമ്മയെ പേടിക്കണം, നേരത്തെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ സാറിനെ പേടിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരെ പേടിക്കും. ഇപ്പോൾ ആരെയും പേടിക്കണ്ട. നമുക്ക് ഓൺലൈൻ ഓർഡർ ചെയ്ത് സാധനം വീട്ടിൽ കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അല്ലെങ്കിൽ തന്നെ കുട്ടികളും പാരൻസുമായിട്ട് പ്രത്യേകിച്ചും ടീനേജിലും ഒക്കെ കമ്മ്യൂണിക്കേഷൻ കുറവാണ്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ എന്തും ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് അവർ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു അപകടം വളരെ ശക്തമായിട്ട് നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് അത് മയക്കുമരുന്നിൻ്റെ കുത്തൊഴുക്ക് കൊണ്ടാണ്, അത് നിയന്ത്രിച്ചാൽ ഇത്. പക്ഷെ അതിനോട് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് ഒട്ടും യോജിക്കാൻ വയ്യ. കാരണം മയക്കുമരുന്നെന്ന് പറയുന്നത് കച്ചവടമാണ്. നേരത്തെ പറഞ്ഞ ഡിമാൻഡ് സപ്ലൈ ഇക്വേഷനാണ് അതിൽ വരുന്നത്.
അപ്പോൾ ഡിമാൻഡ് ഉണ്ടെങ്കിൽ മയക്കുമരുന്ന് എവിടെന്നെങ്കിലും വരും. നമ്മൾ കുറേ കച്ചവടക്കാർ പിടിക്കുമെങ്കിൽ വേറെ കച്ചവടക്കാർ വരും. അതല്ലെങ്കിൽ ചില സാധനങ്ങൾ നമ്മൾ പിടിക്കുമെങ്കിൽ ഇപ്പോൾ മയക്കുമരുന്ന് കിട്ടില്ലെങ്കിൽ വാർണിഷ് മണപ്പിക്കും, പശ മണപ്പിക്കും. ഒരു വ്യക്തിക്ക് ആ തരത്തിലുള്ള ഒരു ചിന്തയിലും പ്രവൃത്തിയിലും ഒരു വ്യതിയാനം വന്നു കഴിഞ്ഞാൽ അയാൾ അതിനനുസരിച്ച് എന്ത് വേണോ ചെയ്യും. അതിപ്പോൾ ഒരു വളരെ ഭീകരമായ ഒരു പ്രശ്നം തന്നെയാണ്. അതിൽ പലപ്പോഴും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികളും മാതാപിതാക്കളും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് പലപ്പോഴും അവർ അറിയുന്നില്ല ഇതെന്താ നടക്കുന്നതെന്നുള്ളത്. പിന്നെ പലപ്പോഴും ഞങ്ങളിപ്പോൾ എക്സൈസിൽ നിന്നും പോലീസിൽ നിന്നും പ്രത്യേകിച്ചും കണ്ടിട്ടുള്ളത്, നമ്മളൊരു കുട്ടിയെ എന്തെങ്കിലും ഒരു കാര്യത്തിന് തെളിവ് സഹിതം പിടിച്ച് അതൊരു കുറ്റകൃത്യം എന്ന് പറയാനൊക്കില്ല, അതൊരു വ്യതിയാനമാണ്. അത് അഡിക്ഷൻ എന്ന് പറയുന്നതിനെ ലോകാരോഗ്യ സംഘടന ഒരു ഡിസീസായിട്ടാണ് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്, അല്ലാതെ ഒരു ക്രൈമായിട്ട് കൺസിഡർ ചെയ്ത് പണിഷ് ചെയ്യരുതെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പിടിച്ച് നമ്മൾ പല പാരൻസിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ ആദ്യത്തെ എൻ്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല, അപ്പോൾ അവരത് അങ്ങ് നിരാകരിക്കുകയാണ്. പിന്നെ അതുപോലെ കുട്ടി വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലോണം പഠിക്കുന്ന കുട്ടിയുടെ പഠിത്തം ഇല്ലാതാവും, ഇതുവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ വരും, സ്വഭാവം മാറും, എല്ലാത്തിനും ദേഷ്യവും തട്ടിക്കയറലും. അപ്പോൾ മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെ പ്രശ്നങ്ങൾ കാണുമ്പോൾ പലപ്പോഴും അമ്മയായിരിക്കും ആദ്യം അറിയുന്നത്, പലപ്പോഴും പുറത്ത് പറയില്ല. മറ്റേത് പണ്ടാണെങ്കിൽ വേറെ പല കുഷൻസും ഉണ്ട്, പലയിടത്തും പറയാം, അടുത്ത വീട്ടുകാരോ സ്വന്തക്കാരോ അങ്ങനെ നമുക്ക് വിശ്വാസമുള്ള ഒരു ഗ്രൂപ്പ്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് ആരുമില്ല. ഏതെങ്കിലും ദൂര സ്ഥലത്ത് നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ഒരു ദമ്പതികളാണെങ്കിൽ അവർക്ക് ഇത് പറയാൻ ശരിക്കും അവർക്കൊരു നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ അങ്ങ് സപ്രസ് ചെയ്തിട്ട് പിന്നെ വെളിയിൽ പറയാൻ മടിയായിരിക്കും. കാരണം ഇപ്പോൾ ഒരു മത്സരത്തിൻ്റെ ലോകമാണല്ലോ. അപ്പോൾ എൻ്റെ കൊച്ചിന് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെന്ന് പറയാൻ മടി. അങ്ങനെ വന്ന് ഇത് ഭയങ്കര പ്രശ്നമായി, അമ്മയെ തല്ലും, അച്ഛനെ തല്ലും, വീട്ടിൽ നാശനഷ്ടം ഉണ്ടാക്കുമെന്നുള്ളൊരവസ്ഥ വരുമ്പോഴാണ് ഇത് പൊട്ടിച്ചാടുന്നത്. അങ്ങനെ വരുമ്പോൾ പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാനും ഒക്കെ പ്രയാസങ്ങൾ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ പലതരത്തിലും ഇത് തിരിച്ചറിയപ്പെടാതെ പോകുന്നുണ്ട്. അപ്പോൾ കുടുംബത്തിൻ്റെ ഭദ്രത, ഇപ്പോൾ കുടുംബത്തിൻ്റെ ഭദ്രത ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ കുടുംബങ്ങൾക്ക് കൗൺസിലിങ്, പിന്നെ ഈ 10-11 വയസ്സ് മുതൽ തന്നെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടികളെ പല പഠനങ്ങളിലും കണ്ടിട്ടുള്ളതുകൊണ്ട് അതിന് മുമ്പിലുള്ള കുട്ടികളെ എടുത്ത് അവർക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു അവബോധം കൊടുക്കുക. കാരണം ആ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വിചാരിക്കുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവർ കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അതിന് കുടുംബത്തിൻ്റെ ഭദ്രത സംരക്ഷിക്കുന്ന തരത്തിൽ വേണം. മാതാപിതാക്കൾക്ക് കൃത്യമായ നിയമബോധം കൊടുക്കണം, അവർക്ക് ഇതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കണം. അതായത് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, കണ്ടാൽ എന്തൊക്കെ ചെയ്യണം. ഇതൊരു മാനക്കേടല്ല, ഇത് ചികിത്സിക്കേണ്ട ഒരു സാധനമാണ്. അല്ലാതെ ഇത് കേസെടുത്ത് പ്രതിയാക്കും എന്നുള്ളൊരു ഭയത്തിൽ ഇത് മിണ്ടാതിരുന്നാൽ പറ്റില്ല. അതായത് കുറച്ചുകൂടെ സഹാനുഭൂതിപരമായ ഒരു സമൂഹത്തിൽ നിന്ന് വേണം. ഇപ്പോൾ സാറിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരികയാണെങ്കിൽ, സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പോൾ പല വിഭാഗങ്ങളിൽ പ്രവർത്തിച്ചു, ഒപ്പം തന്നെ സാർ UN പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഭാഗമാകാനും സാധിച്ചു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അത് UN പീസ് കീപ്പിംഗ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സാധനം നിലവിലുണ്ടെന്ന് തന്നെ യാദൃശ്യമായിട്ടാണ് അറിഞ്ഞത്. അതായത് അന്ന് ഈ ബോസ്നിയയിൽ യുദ്ധം നടക്കുന്നുണ്ട്, യുഗോസ്ലാവിയ ഛിന്ന ഭിന്നമായി പോയല്ലോ. അപ്പോൾ ആ സമയത്ത് ആ പ്രക്രിയയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ബോസ്നിയയിലൊക്കെ യുദ്ധം നടക്കുന്നു. അപ്പോൾ ഇങ്ങനെ പീസ് കീപ്പിംഗ് ഫോഴ്സിലേക്ക് പോകാൻ താല്പര്യമുള്ളവരുണ്ടോ എന്ന് ചോദിച്ചിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നൊരു കത്ത് വന്നു. അപ്പോൾ ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ഒരു ജൂനിയർ കൊളീഗൻ, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈ ചാൻസ് വേറെ ഡൽഹി ഈ യൂണിയൻ ടെറിട്ടറി കാർഡർ എന്ന് പറഞ്ഞാൽ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു കേരള ഉദ്യോഗസ്ഥൻ ആ സമയത്ത് കേരള PHQയിൽ വന്നിരുന്നു എന്തോ ഒരു ആവശ്യത്തിന്. അപ്പോൾ അദ്ദേഹം ഇതിന് പോയിട്ട് തിരിച്ചു വന്നതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ ഞങ്ങളിത് കണ്ടപ്പം എങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞങ്ങളുടെ അടിസ്ഥാനപരമായ ഉദ്ദേശം എന്ന് വെച്ചാൽ അവിടെ യുദ്ധം അതും ഇതൊക്കെ തന്നെ, പക്ഷേ സംഗതി യൂറോപ്പിലാണ്. അപ്പം നമുക്ക് യൂറോപ്പിൽ പോകാം. മറ്റത് അന്നത്തെ കാലത്ത് ഒരു വിദേശ യാത്ര എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അപ്പോൾ അതായിരുന്നു പ്രധാന ഉദ്ദേശം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇതിന് പേര് കൊടുത്തപ്പോൾ അന്ന് ഉണ്ടായിരുന്ന സംസ്ഥാന DGP അടുത്ത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം നേരിട്ട് എടുത്ത വൈകി വെച്ച് നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ അവിടെ പോകാൻ, അതാകപ്പാടെ യുദ്ധം കൊണ്ട് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ്, നിങ്ങളെന്തിനാണ് അവിടെ പോകുന്നത്? അപ്പോൾ അങ്ങനെയല്ല സാർ, പോകണം. അപ്പോൾ അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു എനിക്കൊണ്ട് അന്ന് ആപ്ലിക്കൻസും കുറവായിരുന്നെന്ന് തോന്നി. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് അന്ന് അത്ര മനസ്സിലായില്ലെങ്കിലും അതിനൊരു നല്ല ശമ്പളത്തിൻ്റെ, അതായത് അവർ UN-ന് ഒരു എമോളിമെൻ്റ് ഉണ്ട് അവിടെ ജോലി ചെയ്ത്, അപ്പോൾ അതൊരു ബോണസാണ്. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്ത് പിന്നെ ഡൽഹിയിൽ പോയി ഡ്രൈവിങ്ങും ഇംഗ്ലീഷും ഒക്കെ കുറേ ഇൻ്റർവ്യൂവും ടെസ്റ്റും ഒക്കെ ഉണ്ട്. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ്, വണ്ടി ഓടിക്കണം, പാർക്ക് ചെയ്യണം, ഒരുവിധം അതൊക്കെ പാസ്സായി. മെഡിക്കൽ ടെസ്റ്റും ഒക്കെ പാസ്സായാണ് പോയത്. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും അത് ഞങ്ങൾ രണ്ടുപേരും 2 അറ്റത്തായിട്ടാണ് അവസാനം പോസ്റ്റിംഗ് ആയത്. ഇപ്പം ഞാൻ പോയ സ്റ്റേഷനിലെന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ പോലെ തന്നെയാണ് അവിടുത്തെ ആ ഒരു UN-ൻ്റെ പീസ് കീപ്പിംഗ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ അവിടെ ഒരു 10-20 പേരുണ്ട്, ഒരു രാജ്യത്തു നിന്നുള്ള 2 പേര്. അപ്പം ജോർദാനിൽ നിന്ന് ആളുണ്ട്, ഇന്ത്യയിൽ നിന്ന് ആളുണ്ട്, പാകിസ്ഥാനിൽ നിന്നുണ്ട്, ഇന്തോനേഷ്യയിൽ നിന്നുണ്ട്, ജർമ്മനിയിൽ നിന്നുണ്ട്, UK നിന്നുണ്ട്. അപ്പോൾ ആ സ്റ്റേഷൻ്റെ അന്ന് ഞാൻ ആദ്യം ചെല്ലുമ്പോൾ ആ സ്റ്റേഷൻ്റെ കമാൻഡർ എന്ന് പറയുന്നത് ഫ്രഞ്ച് പോലീസിലെ ഒരു സാർജൻറ്റ്. ഇപ്പം ഞാനും എൻ്റെ ഒരു ബാച്ച് ജൂനിയറായിട്ട് നോർത്ത് ഈസ്റ്റ് കാർഡറിലുള്ള ഒരു ദിവസം ഞങ്ങൾ രണ്ടുപേരെയാണ് അവിടെ വിട്ടത്. അപ്പോൾ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഈ സാർജൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ നിലവാരമാണ്, അദ്ദേഹമാണ് സ്റ്റേഷൻ കമാൻഡർ. നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ
പോലീസുകാരാണ്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു തോന്നലേ വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പുതിയ സംഗതിയാണ്, പുതിയൊരു സംഘടനയാണ്. അപ്പം നമ്മളത് അതിനനുസരിച്ച് പോവുക. അപ്പോൾ വളരെ നല്ല രീതിയിൽ ഇടപെട്ട് പോകാൻ സാധിച്ചു. പിന്നെ അവിടുത്തെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്വയം പര്യാപ്തത പഠിക്കും. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ ശരിക്കും ഇവിടെ ചെന്നപ്പോഴാണ് ശരിക്കും കമ്പ്യൂട്ടർ പഠിച്ചത്. അതായത് നമുക്ക് ഈ ലീവ് ഉണ്ട് അവിടെ, ഒരു മാസത്തേക്ക് 30 ദിവസം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ 2-3 ദിവസം ലീവ് ഉണ്ട്. അപ്പോൾ അതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ ആപ്ലിക്കേഷൻ കൊടുക്കണമെങ്കിൽ കമ്പ്യൂട്ടർ കൊടുക്കണം. അപ്പോൾ ശരിക്ക് ടൈപ്പിംഗ് നേരത്തെ പഠിച്ചിരുന്നു ഒരു ജോലി കിട്ടാൻ. എന്നിട്ട് കമ്പ്യൂട്ടർ ശരിക്കും പഠിച്ചത് അവിടെ വെച്ചാണ്. കാരണം അത് നീഡായി. പോലീസ് സർവീസിൽ തന്നെ ഏറ്റവും ഗുണമുള്ള ഒരു കാര്യം അതായിരുന്നു. അതായത് ഞാൻ ആ കമ്പ്യൂട്ടർ അവിടെ വെച്ച് ഫെമിലിയറായി പഠിച്ചതുകൊണ്ട് തിരിച്ച് വന്നതിന് ശേഷം കേരള പോലീസിൽ നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഉണ്ടല്ലോ, അത് ഡിജിറ്റൈസ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം, എന്തുകൊണ്ട് ഫയലുകൾ മാറി അത് ഡിജിറ്റൈസ് ചെയ്തതാ എന്നുള്ളൊരു ആശയം വന്നിട്ട് എനിക്കൊരു ടീമിനെ തന്നു. ഞങ്ങളൊരു 5 പേര് ചേർന്ന് കേരള പോലീസിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഡിജിറ്റൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ചെയ്തു. അതൊരു ഭയങ്കര വിജയമായിരുന്നു. പിന്നെ അവിടെയും ടെൻഷനുള്ള സമയങ്ങളുണ്ട്, ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ പറയുന്ന സമയങ്ങളുണ്ട്. എന്നാലും അത് വളരെ എൻജോയബിൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ ക്രൈം റേറ്റും അവിടുത്തെ ക്രൈം റേറ്റും ഒക്കെ നോക്കുമ്പോൾ, അതുപോലെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനും അവിടുത്തെ പോലീസ് സ്റ്റേഷനും ഒക്കെ നോക്കുമ്പോൾ വാട്ട് ഡു യു ഫീൽ, എങ്ങനെയാണ്? ഒന്നാമത്തത് ഇപ്പോൾ ബോസ്നിയയിലെ അവസ്ഥയെന്ന് വെച്ചാൽ യുദ്ധം കഴിഞ്ഞ് വന്നതുകൊണ്ട് സാധാരണ ഒരു പ്രദേശത്തുള്ള പോലത്തുള്ള ഒരു ആളുകളുടെ പ്രവർത്തനം അല്ല അവിടെ നടക്കുന്നത്. പക്ഷേ ക്രൈം എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പെറ്റി ക്രൈമാണ് കൂടുതലുള്ളത്. അവിടെയൊക്കെ വളരെ ഔപചാരികമായിട്ടൊരു ക്രൈമിന് ഇപ്പോൾ ഇവിടെ നമ്മളാണെങ്കിൽ ഇപ്പം നമുക്കൊരു മൊബൈൽ ഫോൺ മോഷണം പോയി, അല്ലെങ്കിൽ അതിന് മുമ്പേ ഒരു പാത്രം മോഷണം പോയി, അല്ലെങ്കിൽ ഒരു ആഭരണം മോഷണം പോയാൽ നമ്മൾ കള്ളനെ കണ്ടുപിടിച്ച് സംഗതി തിരിച്ചെടുത്ത് കൊടുക്കുന്നതിലാണ് പോലീസിൻ്റെ വിജയം. ഇപ്പോഴും കേരള പോലീസ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ ആ രീതിയിലല്ല അവിടുത്തെ പോലീസ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അവർ കുറച്ചുകൂടെ ഫോർമലാണ്. അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ റിപ്പോർട്ട് എഴുതും, അന്വേഷിച്ച് നോക്കും. അവിടെയൊക്കെ ഇൻഷുറൻസ് അന്നേ നിലവിലുണ്ട്. അപ്പോൾ പിന്നെ ഈ നഷ്ടം നികത്താനുള്ള പരിപാടികൾ അവിടെ ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക് അവിടെ ഒരു വലിയ പ്രശ്നം വരുന്നില്ല. പക്ഷേ കൂടുതൽ മോഷണങ്ങൾ വന്നാൽ അത് സമൂഹത്തിലൊരു പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളതുകൊണ്ട് മോഷ്ടാവിനെ പിടിക്കാനൊരു ശ്രമം ഉണ്ടാകും. അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ ഞങ്ങളവിടെ നിൽക്കുമ്പോൾ അവിടെ കൂടുതലും ഉണ്ടായിരുന്നത് ഈ യുദ്ധകാലത്ത് നടന്ന കുറ്റകൃത്യങ്ങൾ, മാസ് ഗ്രേവ് എന്ന് പറയുന്ന പോലെ ആളുകളെ കൊന്ന് കൂട്ടമായിട്ട് കുഴിച്ചിട്ടിരിക്കുക, പിന്നെ മൈനുകൾ കുഴിച്ചിട്ടിരിക്കുക, പിന്നെ ആ യുദ്ധസമയത്ത് ഓടിപ്പോയവർ തിരിച്ചു വന്ന് അവിടെ പിന്നെ മതത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ പോലീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 24/7 ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഫാമിലിക്കാണ് ഏറ്റവും സമയം കുറയുന്നത്. ആ ഒരു വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയായിരുന്നു? ഒരു തരത്തിൽ എനിക്കൊരു ആനുകൂല്യം ഉണ്ടായി. കാരണം എൻ്റെ ഭാര്യ പോസ്റ്റ് ഗ്രാജുവേറ്റൊക്കെ ആണെങ്കിലും അവർ ഒരു ജോലിക്ക് ശ്രമിച്ചില്ല സ്വന്തമായിട്ട്. അപ്പോൾ ഒരു വീട്ടമ്മയായിട്ട് കൂടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു വളരെ ഒരു വലിയ സഹായമാണ്. നമുക്ക് എപ്പോൾ ഇറങ്ങിപ്പോയാലും എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും നമുക്ക് നമ്മുടെ വീടിൻ്റെ കാര്യം നോക്കിയിരിക്കും എന്നുള്ള അപ്പോൾ അങ്ങനെ ഒരു ഉറപ്പുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുട്ടികളാകുമ്പോൾ പിന്നെ പ്രശ്നമൊന്നും. ആദ്യം എൻ്റെ മകൻ ജനിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവനൊരു 5 വയസ്സാവുന്നവരെ എനിക്ക് കൊണ്ട് ഒരു 3-4 സ്ഥലത്ത് ട്രാൻസ്ഫറായി. പിന്നെ തിരുവനന്തപുരത്തൊരു പോസ്റ്റിങ്ങിൽ വന്ന് ബോസ്നിയയിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ഞങ്ങൾ അവനെ ഇവിടെ സ്കൂളിൽ ചേർത്തു. എന്നിട്ട് തീരുമാനിച്ചു ഇനി ഓടുന്നില്ല എന്ന് തീരുമാനിച്ചു. എന്നിട്ട് അവരിവിടെ നിന്നു. പിന്നെ പുറത്തുള്ള പോസ്റ്റിങ്ങിൽ ഞാനാണ് പോയത്. എന്നിട്ട് അവധിക്ക് വരും. പക്ഷേ പലപ്പോഴും നല്ല രസമാണ്. 2 ദിവസം അവധി, 3 ദിവസം അവധിക്കുള്ളത് ഇവർ ട്രെയിനിൽ കയറി അവിടെ എത്തുമ്പോൾ അന്ന് രാവിലെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാതെ ഒരു വെള്ളിയാഴ്ച എങ്ങാണ്ട് അവർ വന്നു, ശനിയാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച എന്തോ അവധിയാണ്. അന്ന് വെള്ളിയാഴ്ച രാവിലെ ആയിരുന്നു അവിടെ മിഠായി തെരുവിൽ ഒരു വലിയ തീപിടുത്തം. ഞാൻ രാവിലെ പോയി, പിന്നെ 3 ദിവസം കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് വരാൻ പറ്റിയത്. പക്ഷേ അതിൽ ഭാര്യ അത് മനസ്സിലാക്കാൻ സാധിച്ചു. നമ്മൾക്ക് എന്തെങ്കിലും നമ്മുടെ ഇപ്പോൾ ഇത്ര ജോലി ചെയ്യുക, അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വരിക, അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ലെഷർ എടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഇതിൽ പറ്റുന്നില്ല. 24 മണിക്കൂറാണ്. മുഴുവൻ സമയവും നമ്മൾ ഫോണ് കാണാമെന്നുള്ള സ്ഥലത്തല്ലാതെ ഫോൺ മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമ്മൾ മുഴുവൻ സമയം ടൈഡപ്പാണ്. അപ്പോൾ അതിൽ ഈ ബാലൻസ് വരുത്തുന്നത് കിട്ടുന്ന അവസരങ്ങളിൽ നമ്മൾ കഴിയുന്നതും എന്തെങ്കിലും ഒന്നിച്ച് ചെയ്യാൻ ശ്രമിക്കുക, എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ പറയുന്ന പോലെ പങ്കാളിയുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ കാഴ്ചപ്പാട് ഭയങ്കര പ്രധാനമാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറെ ചില പോസ്റ്റിങ്, അതായത് ടോട്ടലി അൺകണക്റ്റഡ് വിത്ത് പബ്ലിക്, ഇപ്പോൾ വിജിലൻസിലെ പോസ്റ്റിങ്, ഞാൻ 2.5 വർഷം വിജിലൻസിലുണ്ട്. അതാകുമ്പോൾ നമ്മൾ രാവിലെ പോയിട്ട് വൈകുന്നേരം വരാം, നമ്മുടെ ഫയൽ വർക്ക് തീർത്താൽ മതി. വളരെ റെയർ ഒക്കേഷനിലല്ലാതെ അവധി ദിവസങ്ങളിലൊന്നും ആരും വിളിക്കാൻ പോകും. അങ്ങനെയുള്ളത് വളരെ റെയറായിട്ടുള്ള പോസ്റ്റിങ്സാണ്. അതല്ലെങ്കിൽ പോലീസിൽ ഇപ്പോൾ നമ്മൾ വേറെ ഈ പറഞ്ഞതുപോലെ SCRBയിലോ ഹെഡ്ക്വാർട്ടേഴ്സിലോ ഒക്കെ ഇരുന്നാലും നമ്മളെ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് വിളിച്ചോണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ പോകാൻ പറയും. അപ്പോൾ ഈ പോലീസിൻ്റെ വർക്കിൽ ശരിക്കും വർക്ക് ലൈഫ് ബാലൻസിന് കൂടുതൽ ശ്രമിക്കേണ്ടത് പങ്കാളിയായിരിക്കും. എന്ന് വെച്ചാൽ അവർക്കേ സാധിക്കുകയുള്ളൂ. നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഒരു പ്രവൃത്തി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് മാറി നിൽക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ എന്തായാലും ഫുൾ ഓൺ ലൈഫ് ഓൺ മോഡാണല്ലോ, വിശ്രമ ജീവിതമാണ്. അപ്പോൾ അന്ന് സേനയിലായിരിക്കുന്ന സമയത്ത് മാറ്റിവെച്ച താല്പര്യങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ പൊടി തട്ടി എടുക്കുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും? കുറേയൊക്കെ. അതായത് വായനയിൽ താല്പര്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ സേനയിലായിരിക്കുമ്പോൾ ഇപ്പോൾ വായനയുടെ അളവ് കുറയും. സയൻസ് അപ്പോൾ വായനയുണ്ട്, ഇപ്പോൾ കുറച്ച് എഴുത്തുണ്ട്, പിന്നെ പാട്ട് ഇഷ്ടമാണ്, അപ്പോൾ പാട്ട് കേൾക്കുന്നുണ്ട്, പാടാൻ ശ്രമിക്കുന്നുണ്ട്.
പിന്നെ ഫോട്ടോഗ്രാഫി എനിക്ക് താല്പര്യമാണ്. ഫോട്ടോഗ്രാഫിക്കായിട്ട് യാത്രകൾ പോകുന്നുണ്ട്. പിന്നെ വിശ്രമ ജീവിതം എന്ന് പറയാൻ വയ്യ. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ കൈ കിട്ടാതിരുന്ന സമയത്ത് ഉണ്ടായിരുന്നതെല്ലാം ഇപ്പോൾ വീട്ടിൽ ജോലി ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്തായാലും നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് പുതിയ തലമുറയ്ക്ക് എന്താണ് സാറിൻ്റെ ജീവിതം മുൻനിർത്തി, പുതിയ ഉദ്യോഗസ്ഥരോടാണെങ്കിലും, കാരണം ഈ ഒരു IPS അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുന്നത് യൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ഡ്രീം ജോബാണ്. സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ പലരും അവരുടെ ഒരു അംബീഷനായിട്ട് എടുക്കുന്നതാണ്. അപ്പോൾ അവരോട് സാറിന് എന്താണ് പറയാനുള്ളത്, അതിനെക്കുറിച്ചും സർവീസ് ലൈഫിനെക്കുറിച്ചും? സിവിൽ സർവീസിനെ മുൻനിർത്തി പറഞ്ഞാൽ, കാരണം ഇപ്പോൾ സിവിൽ സർവീസ് ഒരു ശരിക്കും പറഞ്ഞാൽ എന്തോ മോഹിക്കുന്ന ഒരു സംഗതിയായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളുടെ കാലത്തൊക്കെ ആണെങ്കിൽ സിവിൽ സർവീസ് സാധാരണക്കാർക്കൊന്നും കിട്ടൂല, വളരെ ബുദ്ധിയുള്ളവർക്കേ കിട്ടുമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളൊന്നും എഴുതാനിരുന്നതാണ്. എഴുതി നോക്ക് കിട്ടുമെന്ന് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ എഴുതി നോക്കിയതാണ്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അതൊരു കച്ചവടമാണ്. ഞാനിതിനെ താരതമ്യം ചെയ്യുമ്പോൾ കുറ്റങ്ങളല്ല പറയുന്നത്. ഇപ്പം ഞങ്ങളുടെ കാലത്ത് 3 തവണ എഴുതാനൊക്കെ ഉള്ളൂ. 3 അറ്റംപ്റ്റ് കിട്ടിയാൽ കിട്ടി, 26 വയസ്സിനകത്ത് കിട്ടിയാൽ. ഇപ്പോൾ അറ്റംപ്റ്റിന് കണക്കില്ല. ഞാൻ കണ്ടിട്ടുണ്ട് പലരും 6ഉം 7ഉം അറ്റംപ്റ്റ് ചെയ്യുന്നവർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ ഈ ജോലിയെ എന്തോ ഒരു ലക്ഷ്യമായിട്ട് കാണുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പോലീസിൻ്റെ ജോലി, ഒരു നല്ല SI, ഇപ്പം നമ്മൾ സിനിമയിലോ ഫീൽഡിലോ ഒക്കെ ഒരു നല്ല SI കാണുമ്പോൾ പുറത്ത് നിൽക്കുന്നവർക്ക് തോന്നും ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ നമുക്കൊന്ന് വിഹരിക്കാമായിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഞാൻ പോലീസിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വരുന്നതിലൊരു 25-30% പേർക്ക് അതിനകത്ത് നിലനിൽക്കാനൊക്കില്ല. അപ്പോൾ അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാവും, ആത്മഹത്യകളുണ്ടാവും, വ്യതിയാനങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഹയർ ലെവലിൽ സിവിൽ സർവീസിൻ്റെ കാര്യം എടുത്ത് ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ പുറത്ത് ഭയങ്കര ഫാൻസി ആയിട്ട് പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് സിവിൽ സർവീസ് എന്ന് വെച്ചാൽ അതിൽ സർവീസാണത്. അത് നമുക്ക് ഏത് ജോലിയിലിരുന്നാലും നമുക്ക് ചെയ്യാം, പക്ഷേ സർവീസാണ്. നമ്മൾക്ക് ചെയ്യാനുള്ളൊരു മനസ്ഥിതി ഉണ്ടാവണം. ഒരു വലിയ പദവിയുള്ള ഒരു ജോലിയാണ് ശരിക്കും കിട്ടുന്നത്. പക്ഷേ അതിൽ കിട്ടുന്ന പദവിയുടെ ഒരു 10 ഇരട്ടി നമ്മളിൽ നിന്ന് അത് ആവശ്യപ്പെടുന്നുണ്ട്. അത്രയ്ക്ക് നമുക്കൊരു സമർപ്പണവും നമുക്കൊരു ആത്മാർത്ഥതയും ഉണ്ടെങ്കിലേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. കാരണം സംവിധാനത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഒരു കാര്യം 10 വട്ടം ചെയ്താൽ പോലും അത് ഫലിക്കണമെന്നില്ല, പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ പുറത്ത് കാണുന്ന രീതിയിലുള്ള ഒരു സംഗതിയല്ല അതിനകത്തുള്ള യാഥാർത്ഥ്യം. പക്ഷേ പുറത്ത് കാണുന്ന രീതിയിൽ അതിനകത്ത് വന്നിട്ട് ജീവിക്കണമെന്ന് ഇന്ന് പലരും ആഗ്രഹിക്കുന്നുള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെയുള്ളവർ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർ സർവീസിനും സമൂഹത്തിനും ദോഷമാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷേ ഈ പുറത്തിരിക്കുന്നവരുടെ മനസ്സിലുള്ള സിവിൽ സർവീസിനെ കുറിച്ചുള്ള ചിത്രം ഒരു മോഹനമായൊരു ചിത്രമാണ്. പക്ഷേ അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ഇപ്പോൾ സിവിൽ സർവീസിൽ ഒരാൾ പാസ്സായി വന്നാൽ ആ വ്യക്തിക്ക് അവിടെ പ്രാധാന്യമില്ല. നമ്മളവിടെ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. സിവിൽ സർവീസാണ് നമുക്ക് നേരിട്ട് ആളുകളെ സഹായിക്കാൻ, നമുക്ക് ജീവിതത്തിൽ ചെയ്യാനുള്ള ഏറ്റവും മഹത്തായ കാര്യമെന്ന് പറഞ്ഞാൽ സഹജീവികൾക്ക് എന്തെങ്കിലും സഹായം ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ സഹജീവികൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിപാടിയാണ് സിവിൽ സർവീസ്. അപ്പോൾ സാർ ഇത്രയും നേരവും കൊണ്ട് നമുക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ടായിരുന്നു, എന്നാൽ പോലും സാറിൻ്റെ മേഖലകൾ പറഞ്ഞു തീർക്കാൻ പോലും ഒരു പക്ഷേ ഈ സമയം നമുക്ക് പര്യാപ്തമല്ല. എന്നാൽ പോലും ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ തൻ്റെ കടന്നു വന്ന നാൾ വഴികളെക്കുറിച്ചും സർവീസ് കാലയളവിനെക്കുറിച്ചും പുതിയ കുട്ടികൾക്കുള്ള മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു തന്ന സാറിന് ഒരുപാട് നന്ദി. വിശ്രമ ജീവിതം കൂടുതൽ ക്രിയേറ്റീവ് ആക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ആകാശവാണിയുടെ നേർമൊഴി പരിപാടിയിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി അർപ്പിക്കുകയാണ്. നമസ്കാരം. നേർമൊഴിയിൽ ഇതുവരെ കേട്ടത് മുൻ DGP S ആനന്ദകൃഷ്ണനുമായുള്ള അഭിമുഖം. സ്റ്റുഡിയോയിൽ അദ്ദേഹത്തോടൊപ്പം റൂബി ബാബു. നേർമൊഴി സമാപിക്കുന്നു.